ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AKG വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു മോയ്സ്ചറൈസർ പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ലാക്മിയുടെ മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്. നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. അല്ലാത്ത സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല സ്മെല്ലൊക്കെയാണ് ഇതിന്. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നെക്കിലും കൂടെ ഇറക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ഫേസ് ഒരു കളറും നെക്കൊരു കളറായിട്ട് മാറും. അപ്പം ലൈറ്റായിട്ടെങ്കിലും നമ്മൾ നെക്കിൽ കുറച്ചൊരു മേക്കപ്പിൻ്റെത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഐഷേഡോ ആണ്. അപ്പോൾ നമുക്ക് ഐഷേഡോ എഴുതി കൊടുക്കാം. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഓണത്തിൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഐഷേഡോ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു കളറാണ് എടുക്കുന്നത് കേട്ടോ. ഒരു ന്യൂഡ് കളറാണ് എടുക്കുന്നത്. ഇനി അടുത്തത് വന്നിട്ട് ഐ ലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. അപ്പം ഇത് ഡേയ്സ്ലെറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയിട്ട് കണ്ണെഴുതി വരാം. അപ്പോൾ എൻ്റെ കണ്ണെഴുതൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മേലെ മാത്രമാണ് എഴുതി കൊടുത്തത്, താഴെ എഴുതുന്നില്ല. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മേടിച്ചിട്ടുള്ള ഫേസസ് കാനഡയുടെ സ്റ്റോ ക്രീമും ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പ് കഴിയും. അത് നമ്മുടെ ഫേസസ് കാനഡയുടെ സിൽവർ സ്റ്റോ ക്രീം കേട്ടോ. ഇതും ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനുമാണ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് എളുപ്പമാക്കി തരാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു സ്റ്റോ ക്രീമും അതുപോലെ ഇങ്ങനെ ഒരു ഫൗണ്ടേഷനും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സ്റ്റോ ക്രീം മിക്സ് ചെയ്തിട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആപ്ലിക്കേറ്റർ വന്നിട്ട്. അപ്പോൾ ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുണ്ടെങ്കിൽ, ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അതന്നെ മതി നമ്മുടെ മേക്കപ്പ് ഫുള്ളാവാനായിട്ട്. ഇനി നമ്മളിതിൻ്റെ കൂടെ നമ്മളെ സ്റ്റോ ക്രീമും ഇട്ട് കൊടുക്കുക ജസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് വളരെ കുറച്ചെടുത്താൽ മതി എന്നാണ് പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് റിവ്യൂസിലൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് എടുത്ത് നോക്കാം. ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സ്റ്റോ ക്രീമാണിത്. ഇത് പേർപ്പിളിൽ ഒരു ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇനി ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഷെയ്ഡ് കൂടുതലായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡ് കൂടുതലായിട്ടുള്ള ഫൗണ്ടേഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് കടയിൽ പോയി മേടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇട്ട് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. ഇത് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ഫൗണ്ടേഷൻ ഇടുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. സ്റ്റോ ക്രീമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ബയോയിലും കൊടുത്തിട്ടുണ്ട്. വാങ്ങണം എന്നുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഫൗണ്ടേഷൻ ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ 50 രൂപയേ ഉള്ളൂ. ഇതൊരു ഓണം മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നല്ല ഫിനിഷിങ് ലുക്ക് തരും കേട്ടോ നമുക്ക് ഈ ഒരു സ്റ്റോ ക്രീം. ഏത് ഫൗണ്ടേഷൻ്റെ കൂടെയും, നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഏത് ഫൗണ്ടേഷൻ്റെ കൂടെയും ഈ ഒരു സ്റ്റോ ക്രീം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മുടെ മാൾസിൻ്റെ ഐബ്രോസ് പാലറ്റിയാണ് യൂസ് ചെയ്യുന്നത്.
ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മുന്നേത്തെ മേക്കപ്പ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇത് നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരും. തെറ്റത്തൊന്നും അങ്ങനെ എഴുതി കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ മസ്കാര ഇട്ട് കൊടുത്തില്ല, അപ്പോൾ ഞാൻ ഈ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മാജിൻ്റെ മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ് കേട്ടോ. നമ്മൾ കണ്ണ് എഴുതിയിട്ടില്ലെങ്കിലും ഈ ഒരു മസ്കാര ഇട്ട് പോയാൽ മതി. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു മസ്കാര. ലോങ് ലാസ്റ്റിക് ആണ്. അപ്പോൾ അത് ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ഇടുന്നത്. ഒരു പേടിയാണ്, കാരണം ഈ സാധനം കണ്ണിലേക്ക് ഇട്ടാൻ കുത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് അവിടെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് മര്യാദയ്ക്കൊന്ന് എഴുതിയിട്ട് വരാവേ. ഞാൻ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടാന്നുള്ളതാണ് കേട്ടോ. അതിൽ ലിപ്പ് ലൈനറാണ്. നമ്മളെപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴും ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് തരും. ഓക്കെ, ലിപ്പ് ലൈൻ ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട ഡേയ്സിൽ തന്നെ ഈ ഒരു മിനി ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു മൊത്തത്തിലൊരു നാച്ചുറൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഫിനിഷിങ് ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഒരു പൊട്ട് തൊടാനുണ്ട്, അതേപോലെ ഒരു കമ്മലിടാനുണ്ട്, മുടി ഒന്ന് കെട്ടാനുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. മാല ഞാനൊരു ചെറിയൊരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കളർ മാലയാണ്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. ഈ ബ്ലൗസ് ഞാൻ തയ്ച്ചതാണ്. പാവാട വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി എനിക്കൊരു പൊട്ട് തൊടാനുണ്ട്. ജസ്റ്റ് ഒരു കുഞ്ഞി പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. ചെറിയ പൊട്ടാണ്. ഓക്കെ. ഇനി കമ്മലിടാനുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റഡാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഈ ഒരു കമ്മൽ മാറ്റിയിട്ട് ഈ ഒരു സ്റ്റഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമ്മൽ ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി മുടി ഒന്ന് കെട്ടാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തൊരു ടിക് ടിക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. മുല്ലപ്പൂ വെക്കണ്ടേ? അപ്പോൾ ഇതാണ് മുല്ലപ്പൂ. ഇത് പ്ലാസ്റ്റിക് മുല്ലപ്പൂ ആണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. 30 രൂപയേ ഉള്ളൂ. ഈ ഓണവും വിഷുവൊക്കെ അടുപ്പിച്ചിട്ടാണെങ്കിൽ മുല്ലപ്പൂവിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇത്രയും റേറ്റൊക്കെ കൊടുത്ത് നമ്മൾ മുല്ലപ്പൂ വാങ്ങിയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ചെറിയ റേറ്റിനൊക്കെ നമുക്ക് ഇതേപോലെയുള്ള മുല്ലപ്പൂ കിട്ടുവാണെങ്കിൽ നല്ലതാണ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. 30 രൂപയേ ഉള്ളൂ ഒന്നിന്. ഇതുപോലത്തെ 3-4 എണ്ണം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ റേറ്റിനേക്കാളൊക്കെ വിലക്കുറവാണ്. ഓക്കെ. എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. ഇങ്ങനെ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ മതി. ഇങ്ങനെയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഇങ്ങനെ മുടിയിലെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എത്രത്തോളം നന്നാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, ഇതാണ് നല്ല ലുക്ക് തോന്നുന്നത് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ കുത്തി കൊടുക്കാം അല്ലേ? അപ്പോൾ ഞാനിവിടെ കുത്തി കൊടുക്കുകയാണേ. ഓക്കെ, റെഡിയായി. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും FB അക്കൗണ്ടും ഉണ്ട്. അത് നെയിം ഞാനിവിടെ കൊടുക്കാം. അത് ഫോളോ ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഞാൻ അതിലിടാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യണേ. പിന്നെ വള ഞാൻ ഇട്ട് കൊടുത്തത് കുപ്പിവളയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുപ്പിവള. ഒരുപാട് കുപ്പിവള ഉണ്ടായിരുന്നു, കുറേയൊക്കെ പൊട്ടിപ്പോയി. ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുല്ലപ്പൂവാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒറിജിനൽ അല്ലാന്ന് തോന്നേ ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫേസസ് കാനഡയുടെ സ്റ്റോ ക്രീമും അതുപോലെ ഫൗണ്ടേഷൻ, ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബ്ലൂ ഹെവൻ്റെതാണ്. അപ്പോൾ അതും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിൽ ഇട്ട് കൊടുത്തത്. അറിയുന്നേ ഇല്ല. ഫേസസ് കാനഡയുടെ ഈ ഒരു സ്റ്റോ ക്രീം സിൽവർ ആണെങ്കിലും റോസ് ആണെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. അടിപൊളിയായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മേക്കപ്പ് പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ലുക്ക് തരും. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.